വാർത്തയിലേക്ക്. ഗൾഫ് മേഖലയിൽ യുദ്ധഭീതി ശക്തമാക്കി അമേരിക്കൻ പടക്കപ്പലുകൾ പശ്ചിമേഷ്യയിലെത്തി. F-15E പോർ വിമാനങ്ങൾ ജോർദാനിലെ US താവളത്തിലും എത്തിച്ചേർന്നു. എന്നാൽ തങ്ങളുടെ വ്യോമകര നാവികാതിർത്തികൾ ഉപയോഗപ്പെടുത്തി ഇറാനെ ആക്രമിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് UAE പ്രഖ്യാപിച്ചു. മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഇതേ നിലപാടിലാണ്. കൂടുതൽ വിദേശ വിമാന കമ്പനികൾ ഇസ്രായേലിലേക്കും ഇറാനിലേക്കുമുള്ള സർവീസുകൾ നിർത്തി. ഇറാനെ ആക്രമിച്ചാൽ തങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യമാണെന്നും ശക്തമായ തിരിച്ചടി ഉറപ്പാണെന്നും യമനിലെ ഹൂതികൾ, ലബനാനിലെ ഹിസ്ബുള്ള, ഇറാഖിലെ ഷിയ മിലീഷ്യ എന്നിവർ മുന്നറിയിപ്പ് നൽകി. MC നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ആദ്യഘട്ടത്തിൽ അമേരിക്ക സ്വീകരിച്ച നിലപാട് നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് താങ്കൾ കടക്കില്ല, നേരിട്ട് ആക്രമിക്കാനുള്ള ഒരു നീക്കവും തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്നാണ്. പക്ഷേ ഈ നടപടിക്രമങ്ങളിലൂടെ വ്യക്തമാകുന്നത് അങ്ങനെ ഒരു നടപടിയല്ല ഉണ്ടായിരിക്കുന്നത് എന്നല്ലേ? ഒപ്പം ഒരു നേരിട്ടുള്ള യുദ്ധത്തിനുള്ള സാധ്യത എത്രത്തോളമാണ്? ട്രംപ് എന്താണ് ഈ പടക്കപ്പലുകൾ എത്തിച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാസർ. അനീഷ, എന്തായാലും ഒരു യുദ്ധഭീതിയുടെ ഒരു അന്തരീക്ഷം നേരത്തെ മുതൽ തന്നെ രൂപപ്പെട്ടിരുന്നു. പക്ഷേ കൂടുതൽ പടയൊരുക്കങ്ങൾ ഈ മേഖലയിലേക്ക് നടത്താനുള്ള തിരക്കിട്ട നീക്കങ്ങളിലാണ് ഇപ്പോൾ അമേരിക്ക, അതോടൊപ്പം തന്നെ US സെൻട്രൽ കമാൻഡ് ഏർപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അനുബന്ധ കപ്പലുകളും പശ്ചിമേഷ്യയിൽ എത്തിച്ചേർന്നതായിട്ട് US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തി. ഇതിന് പുറമെയാണ് F-15E പോർ വിമാനങ്ങളുടെ വലിയൊരു നിര തന്നെ ജോർദാനിലെ US ബേസിൽ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും വലിയ തോതിലുള്ള സൈനിക സന്നാഹങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള ഇത് ഏതെങ്കിലും ഒരു യുദ്ധത്തിലേക്കുള്ള നീക്കമാണോ എന്നത് സംബന്ധിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അമേരിക്കയുടെ ഭാഗത്തുനിന്ന്, പെന്റഗണിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. കാരണം മേഖലയിൽ തങ്ങളുടെ സൈനികമായിട്ടുള്ള സുരക്ഷ, തങ്ങളുടെ സൈനികരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ ഭാഗം എന്നതിലൊക്കെയാണ് ഈ പടക്കപ്പലുകളും മറ്റ് സംവിധാനങ്ങളും ഇവിടെ എത്തിച്ചതെന്ന ഒരൊറ്റ പ്രതികരണം മാത്രമാണ് പെന്റഗൺ നൽകുന്നത്. പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്ന പോലെ ഡിസംബർ അവസാനത്തോടുകൂടി തുടങ്ങിയ ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന് എല്ലാ അർത്ഥത്തിലും പ്രേരണ നൽകുകയും അതിന് ആ പ്രക്ഷോഭകർക്ക് സഹായം എത്തിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിൽ ട്രംപ് അതിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ട് എങ്കിൽ പോലും മേഖലയിൽ തങ്ങളുടെ സൈനികമായിട്ടുള്ള മേൽക്കോയ്മ കൂടുതൽ വിളംബരപ്പെടുത്തുന്ന നടപടികളാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാന്റെ അല്പം മുമ്പ് വന്നിരിക്കുന്ന ഒരു പ്രതികരണത്തിൽ ഇറാൻ വ്യക്തമാക്കുന്നത് തങ്ങൾ എന്തായാലും യുദ്ധം ആരംഭിക്കുകയില്ല. അതേസമയം ശത്രുവിന്റെ നീക്കങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ സുരക്ഷയ്ക്കും തങ്ങളുടെ രാജ്യത്തിന്റെ കെട്ടുറപ്പിനും അപകടം വരുത്തുന്ന ഏതൊരു നീക്കമുണ്ടായാലും അതിശക്തമായി തന്നെയുള്ള ഒരു പ്രതികരണം തങ്ങൾ നടത്തും എന്നൊരു മുന്നറിയിപ്പാണ് ഇറാൻ സൈനിക മേധാവി നൽകിയിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെയാണ് ഇറാനുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഗൾഫ് രാജ്യം എന്ന നിലയ്ക്ക് UAE തങ്ങളുടെ നിലപാട് വളരെ ശക്തമായി തന്നെ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ആ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് തങ്ങളുടെ വ്യോമ, കര, നാവിക അതിർത്തികൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആർക്കും ഇറാനെ ആക്രമിക്കാനുള്ള ഒരു അനുമതിയും ഉണ്ടാവുകയില്ല. കാരണം തങ്ങളുടെ നിലപാട് നിഷ്പക്ഷമാണ്. മേഖലയുടെ സുരക്ഷയാണ് പ്രധാനം. ഏറ്റവും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നറിയാം. പക്ഷെ ആ പ്രശ്നങ്ങളെ നയതന്ത്ര രീതിയിൽ വേണം പരിഹരിക്കാൻ എന്ന വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണം UAE നടത്തിയിരിക്കുന്നു. ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളും സമാന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അടുത്ത നീക്കം എന്ത് എന്നതായിരിക്കും ഒരുപക്ഷെ മേഖലയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം. ആ ഒരു നിലപാടിനെ ആശ്രയിച്ചു കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അനീഷ. നാസർ, ഏറ്റവും അവസാനം സൂചിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് തങ്ങളുടെ വ്യോമാതിർത്തി, കരയതിർത്തി ഒന്നും ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തെയും ആക്രമിക്കാനുള്ള ഒരു അനുമതി തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് UAE പറയുന്നു. അതേ നിലപാട് തന്നെ ഗൾഫ് രാജ്യങ്ങളും സ്വീകരിക്കുന്നു. ഒരുപക്ഷെ ഈ മുന്നറിയിപ്പിനെ മറികടന്നുകൊണ്ട് ഒരു ആക്രമണത്തിലേക്ക് US കടക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ US സംബന്ധിച്ചിടത്തോളം എത്ര വലിയ വെല്ലുവിളിയാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ? നാസർ. അന്വേഷണത്തിൽ ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നേരത്തെയുള്ള ആക്രമണത്തിൽ നിന്നും അമേരിക്കയെ പിന്തിരിപ്പിച്ചത് സൈനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുന്നതിൽ അമേരിക്കക്ക് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള പടക്കപ്പലുകൾ മേഖലയിൽ എത്തിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പോർ വിമാനങ്ങൾ ജോർദാൻ ഉൾപ്പെടെയുള്ള തങ്ങളുടെ സൈനിക താവളങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ സൈനികമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് തങ്ങളെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കേവലമായിട്ടുള്ള ഒരു പരിമിത സ്വഭാവത്തിലുള്ള ഒരു ആക്രമണം
നടത്തുക എന്നതിലപ്പുറത്തേക്ക്, കാരണം ഇതിനോടുള്ള ഇറാന്റെ പ്രതികരണം എന്തായിരിക്കും എന്നതായിരിക്കും ഏറ്റവും പ്രധാനം. ഇറാൻ ഇതുവരെ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾക്കെതിരെയുള്ള ഏതൊരു ചെറിയ നീക്കത്തിനും, അതോടൊപ്പം തന്നെ തങ്ങളുടെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാംനെയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കം പോലും തുറന്ന യുദ്ധപ്രഖ്യാപനമായിട്ട് തങ്ങൾ വിലയിരുത്തും. അതുകൊണ്ട് അതിശക്തമായി തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടൊരു ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളം തന്നെയാണ്. അതേസമയം ഇറാന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ, സൈനികമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇറാനെ പരമാവധി വിധേയപ്പെടുത്താനുള്ള ഒരു നീക്കമായിരിക്കും ആദ്യഘട്ടത്തിൽ അമേരിക്ക നടത്തുന്നത്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പൊക്കെ കണ്ടതാണ്, അദ്ദേഹത്തെ പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഏത് നീക്കം നടത്തും, ഏത് നടപടിയായിരിക്കും അദ്ദേഹം നടത്തുക, അത് മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു നീക്കത്തിൽ നിന്ന് ഇനിയും അദ്ദേഹം പിന്മാറുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് വളരെ ശക്തമായി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം തങ്ങളുടെ അതിർത്തികൾ മൂന്നും, കര, വ്യോമ, നാവിക അതിർത്തികൾ പ്രയോജനപ്പെടുത്താൻ ആരെയും അനുവദിക്കുകയില്ല. ഇറാനെതിരായിട്ടുള്ള ഒരു നീക്കം മേഖലയുടെ സുരക്ഷയ്ക്ക്, അതിന്റെ കെട്ടുറപ്പിന് വലിയ തോതിൽ ഭീഷണി ഉയർത്തും. അതുകൊണ്ട് നയതന്ത്ര പ്രശ്നപരിഹാരമാണ് വേണ്ടത് എന്ന ഒരു നിർബന്ധമാണ് ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുമാത്രമല്ല, ഖത്തർ, UAE, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു നയതന്ത്ര രീതിയിലേക്ക് നീക്കം നടത്തണം. സൈനികമായിട്ടുള്ള നീക്കങ്ങൾ മേഖലയ്ക്കും അമേരിക്കൻ താല്പര്യങ്ങൾക്കും ദോഷം ചെയ്യും എന്ന വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് അമേരിക്കക്ക് നൽകി വരുന്നത്. പക്ഷേ ഇത് അംഗീകരിച്ചുകൊണ്ട് ഈ യുദ്ധസന്നാഹങ്ങളിൽ നിന്ന് പിന്മാറാൻ ട്രംപ് ഭരണകൂടം തയ്യാറാകുമോ? അതല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രേരണയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിർബന്ധവും മുഖവിലക്കെടുത്തുകൊണ്ട് ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്താൻ, കാരണം അത്തരമൊരു ആക്രമണം നടത്താൻ ട്രംപ് തയ്യാറാകുമോ എന്നതും വളരെ പ്രധാനമായിരിക്കും. എന്തായാലും വരും ദിവസങ്ങൾ വളരെ വളരെ നിർണായകമായിരിക്കുമെന്നാണ് ഈ സൈനിക സന്നാഹങ്ങളും മുന്നൊരുക്കങ്ങളും നൽകുന്ന കൃത്യമായിട്ടുള്ള സൂചന. അനീഷ. ഏതായാലും സൈനികമായി ഇറാന് മേലെ ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കമാണ് US-ന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുമപ്പുറം നേരിട്ടുള്ള ആക്രമണത്തിനുള്ള സാധ്യത തുറന്നു വെക്കുകയാണോ US എന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഗസയിലെ അവസാന പന്തിയുടെ അവശേഷിപ്പും കിട്ടിയതായി ഇസ്രായേൽ സൈന്യം. ഇതോടെ മേഖലയിലെ വെടിനിർത്തൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ തെളിഞ്ഞു. ആദ്യഘട്ട വെടിനിർത്തൽ കരാറിലെ എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയായതായി ഹമാസ് പ്രതികരിച്ചു. ബന്ദികളുടെ അവശേഷിപ്പുകൾ പൂർണ്ണമായും വീണ്ടെടുത്ത സാഹചര്യത്തിൽ റഫ അതിർത്തി തുറക്കാനുള്ള വഴിയൊരുങ്ങി. നിയന്ത്രിതമായ അളവിലാകും അതിർത്തി തുറക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ. മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അബ്ബാസ്, ആദ്യഘട്ട വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു ബന്ദികളുടെ മൃതദേഹങ്ങൾ, അതായത് കൈമാറുക എന്നുള്ളത്. ആ മാനദണ്ഡം പൂർണ്ണമായും പാലിച്ചിരിക്കുന്നുവെന്ന് ഹമാസ് അറിയിക്കുന്നു. അതായത് മേഖലയിൽ ഇനി കൂടുതൽ സമാധാനം അതിവേഗത്തിൽ വീണ്ടെടുക്കാനുള്ള സാധ്യതയാണോ അത് തുറന്നു വയ്ക്കുന്നത്? ഇസ്രായേൽ എന്ത് നിലപാടാണ് വിഷയത്തിൽ സ്വീകരിക്കുന്നത് അബ്ബാസ്? അനീഷ, ഗസയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായൊരു ദിവസമാണ് ഇന്നെന്ന് പറയേണ്ടി വരും. കാരണം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ അവരുടെ ഒരു ടേം ആയിരുന്നു, ഒന്നാം ഘട്ട വെടിനിർത്തലിലെ ടേം ആയിരുന്നു അവസാനത്തെ ബന്ദിയുടെ അവശേഷിപ്പ് കിട്ടുക എന്നുള്ളത്. അതാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. റാൻ ഗിലി എന്ന് പറയുന്നൊരു ഇസ്രായേൽ പോലീസ് ഓഫീസർ, അദ്ദേഹം ഒക്ടോബർ 7 ആക്രമണത്തിൽ പിടിക്കപ്പെട്ട ബന്ദിയാണ്. ആ ബന്ദിയുടെ അവശേഷിപ്പാണ് അവസാനമായിട്ട് ഇന്ന് ലഭിച്ചിരിക്കുന്നത്, ഇസ്രായേൽ സൈന്യത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായതായി IDF അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇസ്രായേൽ പ്രസിഡന്റും അതുപോലെ US പ്രസിഡന്റും ഇക്കാര്യത്തിൽ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. US പ്രസിഡന്റ് ഇതിന് വിശേഷിപ്പിച്ചത് ദ ഗ്രേറ്റ് അമേസിംഗ് ജോബ് എന്നുള്ളതാണ്. വളരെ വിസ്മയകരമായ ജോലിയാണ് ഈ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെതായി വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ ഒരു ട്വീറ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ പ്രസിഡന്റും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അഥവാ ഈ അവസാനത്തെ ബന്ദിയുടെ ഈ അവശേഷിപ്പ് കിട്ടുന്നത് വരെയുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു ഇസ്രായേൽ രാജ്യം. അത് ലഭിച്ചിരിക്കുന്നു, ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അത് ലഭിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. ഏതായാലും ഈ ഒരു അവശേഷിപ്പ് കൂടി ലഭിച്ചതോടുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, റഫ അതിർത്തി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബോർഡർ തുറക്കാനുള്ള ഒരു വഴി ഒരുങ്ങി എന്നുള്ളതാണ്. ഇതാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. ഈ അവസാനത്തെ അവശേഷിപ്പ് കിട്ടുന്നതോടുകൂടി റഫ അതിർത്തി തുറക്കും എന്നാണ് ഇതുവരെ ഇസ്രായേൽ പറഞ്ഞിരുന്നത്. ഇസ്രായേൽ
പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഏറെ അഭിമുഖങ്ങളിലും അതുപോലെ ഒരുപാട് ടെലിവിഷൻ അഡ്രസ്സുകളിലും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ റഫ അതിർത്തി തുറക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. BBC അടക്കമുള്ള മാധ്യമങ്ങൾ ഈ റഫ അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ ദുഃഖകരമായൊരു സത്യം, ഈ റഫ അതിർത്തി തുറക്കുന്നത് കാൽനട യാത്രക്കാർക്ക് മാത്രമായിരിക്കും എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പരിമിതമായ അളവിൽ മാത്രമാകും റഫ അതിർത്തി തുറക്കപ്പെടുക എന്നുള്ളത്. റഫയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഗസയിൽ നിന്ന് പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ഇസ്രായേൽ ഇതര ഒരു ഗേറ്റ് വേ ആണ്, ഒരു എക്സിറ്റാണ്. ആ ഏക എക്സിറ്റാണ് റഫ എന്ന് പറയുന്നത്. അതിന് ജിയോ പൊളിറ്റിക്കലായിട്ട് ജിയോഗ്രഫിക്കലായിട്ട് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അവിടുന്ന് ഗസയിൽ നിന്ന് പരിക്കേറ്റ ആളുകളെ ചികിത്സക്കായി പുറത്തേക്ക് കൊണ്ടുവരിക, അതുപോലെ ഗസയിലേക്കുള്ള സഹായങ്ങൾ എത്തിക്കുക, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പണിയാണ് റഫ അതിർത്തി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2024 മെയ് മുതൽ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് ഇസ്രായേൽ അടച്ചു വെച്ചതാണ് ഈ റഫ അതിർത്തി എന്ന് പറയുന്നത്. ഈജിപ്തുമായി അതിർത്തി തുറന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള സഹായ വിതരണവും അതുപോലെ മെഡിക്കൽ ഇവാക്വേഷനൊക്കെ നടത്താൻ സാധിക്കൂ. എന്നാൽ പരിമിതമായ അളവിൽ ഇത് തുറക്കാനാണ് നിലവിൽ ഇസ്രായേലിൻ്റെ ശ്രമമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്ന് പറഞ്ഞിട്ടുള്ളതും എന്നുള്ളതാണ് അനീഷ. ഏതായാലും ഗസയെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് ഇത്. അവസാന ബന്ദിയുടെ മൃതദേഹം കൂടി ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നു. ഇതിനുശേഷമായിരിക്കും റഫ അതിർത്തി തുറക്കുന്ന കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുക. മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്. ഉംറ തീർത്ഥാടകർക്കായി പുതിയ ക്യാമ്പയിനുമായി ഹജ്ജ് ഉംറ മന്ത്രാലയം. തീർത്ഥാടകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. റമളാൻ സീസൺ ഒരുക്കങ്ങളുടെ മുന്നോടിയായിട്ടാണ് ക്യാമ്പയിൻ. ഉംറ തീർത്ഥാടകർക്ക് സേവനങ്ങളെയും നിയമങ്ങളെയും കുറിച്ചുള്ള അവബോധം നൽകുന്നതിനാണ് ക്യാമ്പയിൻ. കമ്മിങ് ടു ഉംറ എന്ന പേരിൽ ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഉംറ നടപടിക്രമങ്ങൾ, ലഭ്യമായ സേവനങ്ങൾ, പുണ്യസ്ഥലങ്ങളിൽ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് തീർത്ഥാടകരെ ബോധവൽക്കരിക്കും. ഇരു ഹറമുകൾ, വിമാനത്താവളങ്ങൾ, അതിർത്തി കവാടങ്ങൾ, താമസ സ്ഥലങ്ങൾ എന്നിങ്ങനെ തീർത്ഥാടകരെത്തുന്ന 18ലധികം ഇടങ്ങളിൽ ഓൺസൈറ്റ് സേവനങ്ങളും ലഭ്യമാക്കി. ബോധവൽക്കരണ സ്ക്രീനുകളും റോഡ് സൈനേജുകളും ഇവിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് മെസ്സേജുകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും വിവരങ്ങൾ നൽകും. ഹിജ്റ വർഷത്തിന്റെ തുടക്കം മുതൽ 1.18 കോടിയിലധികം അന്താരാഷ്ട്ര ഉംറ തീർത്ഥാടകരാണ് രാജ്യത്തെത്തിയത്. റമദാന്റെ മുന്നോടിയായി തീർത്ഥാടകർക്കുള്ള സേവനങ്ങൾ മികച്ചതാക്കുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. മീഡിയ 1 ജിദ്ദ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിൽ വിപണിയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം മറികടക്കാൻ തൊഴിൽ മേഖലയ്ക്ക് തന്ത്രങ്ങൾ ഉണ്ടാകണമെന്ന് സൗദി തൊഴിൽ മന്ത്രി അഹമ്മദ് അൽ റാജി. സൗദിയിലെ റിയാദിൽ ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസിൽ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. في منشوراتنا لمؤتمر سوق العمل وجهات النظر حول التقنية ومستقبل العمل وتطور جهودنا مع البنك الدولي، فالشباب يصفون التقنية على أنها فرصة أيضا، ولكنها أيضا ربما تتسم بعدم اليقين، ويتحدثون أيضا عن التحديات لدخولهم لسوق العمل والمهارات التي لا تكون دائما مطابقة للوظائف المتاحة وعمليات التوظيف التي ربما تبدو مؤتمتة بعض الشيء أو بعيدا عن طموحاتهم، كما أنهم مدركون جدا لاحتياجاتهم. المهارات العملية والاستخدام المسؤول للتقنية وإمكانية الوصول المتساوية لهذه الفرص. لابد أن تكون هذه التجارب تجارب حقيقية. وسيداتي وسادتي، തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികളും പരിഹാരങ്ങളും ചർച്ചയാകുന്ന സമ്മേളനത്തിൽ മാധ്യമ പങ്കാളിയാണ് മീഡിയ 1. റിയാദ് റിറ്റ്സ കാർട്ടൺ വേദിയിൽ നിന്നും അഫ്താബ് റഹ്മാൻ ചേരും. സൗദി അറേബ്യയുടെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ, അതായത് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിൽ നടക്കുന്ന ആഗോള ലേബർ മാർക്കറ്റ് കോൺഫറൻസിനാണ് ഇപ്പോൾ റിയാദ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസ് അഥവാ GLMCയിൽ വിവിധ വിഷയങ്ങൾ ഇന്ന് ചർച്ചയായി വരുന്നുണ്ട്. ഇന്ന് രാവിലെ 40ഓളം രാഷ്ട്രങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുടെ ഒരു വട്ടമേശ സമ്മേളനമുണ്ടായിരുന്നു. ഇതിൽ വിവിധ, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ചർച്ചയായി വന്നിട്ടുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് AI ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യകളുടെ കടന്നുവരവോടുകൂടി തൊഴിൽ മേഖലയിൽ അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്,
അത് പഠിക്കുകയും ഒപ്പം തന്നെ കൃത്യമായി ഡാറ്റകൾ അവലോകനം ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ മേഖലകളിൽ ഇത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം പഠിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുവാനും ഇന്നത്തെ ഈ ഒരു വട്ടമേശ സമ്മേളനത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെ AI ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് വളരെ സജീവമായി കടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളും വെല്ലുവിളികളും അത് മറികടക്കാനുള്ള മാർഗങ്ങളും എല്ലാം തന്നെ ഈ ഉച്ചകോടിയിൽ ചർച്ചയാകുന്നുണ്ട്. 40ഓളം രാഷ്ട്രങ്ങൾ, അതിൽ തന്നെ ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങളുണ്ട്, യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ പ്രധാനപ്പെട്ട മുൻനിര രാജ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ വിവിധ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വേദികളെല്ലാം തന്നെ ഈ ഉച്ചകോടിയുടെ ഭാഗമായി ഇവിടെയുണ്ട്. മീഡിയ വൺ ഈ ഒരു ഉച്ചകോടിയിൽ മാധ്യമ പങ്കാളിയായിക്കൊണ്ടാണ് പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ മീഡിയ വണ്ണിൻ്റെ സൗദി അറേബ്യയിലെ 5ാമത്തെ മാധ്യമ പങ്കാളിത്തമാണിത്. സൗദി ഭരണകൂടമായുള്ള 5ാമത്തെ മാധ്യമ പങ്കാളിത്തം കൂടിയാണിത്. ഏതായാലും വരും മണിക്കൂറുകളിൽ ചർച്ചയാകാൻ പോകുന്നത് ഈ രംഗത്തെ തൊഴിൽ മേഖലയിലെ വ്യത്യസ്തമായ മുൻനിര കമ്പനികൾ, അതിൻ്റെ മേധാവികൾ, CEOമാർ, ഒപ്പം തന്നെ ഈ രാജ്യങ്ങളിലെ മന്ത്രിമാർ, അവരെല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് വൈവിധ്യമാർന്ന ഈ മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് തുടരും. നാളെയാണ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലെ തൊഴിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനങ്ങളും നാളെയാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി തൊഴിൽ വിപണിയിൽ പരിഷ്കരണങ്ങളും മാറ്റങ്ങളും തുടരുമെന്ന് സൗദി തൊഴിൽ മന്ത്രി അഹമ്മദ് അൽ റാജി. തൊഴിൽ മേഖലയിലെ നിയമങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനാണ് പരിഷ്കരിക്കുന്നത്. 25 ലക്ഷത്തിലധികം യുവാക്കൾ സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. സൗദിയിൽ നടക്കുന്ന ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരി ചേരും. ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസിൽ സംസാരിക്കുന്നതിനിടെയാണ് സൗദി തൊഴിൽ മന്ത്രി ഈ സൗദിയിലെ അതല്ലെങ്കിൽ ആഗോളതലത്തിലെ തന്നെ വിപണികളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവിധ കാര്യങ്ങൾ സംസാരിച്ചത്. അതിൽ പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞത് 2020 മുതൽ 2026 വരെ ഏകദേശം 7 വർഷത്തിനിടക്ക് തൊഴിൽ വിപണിയിലുള്ള വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും സംസാരിച്ചത്. ഈ മാറ്റങ്ങളുടെ പ്രധാന കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് ഈ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലിയതായിരുന്നു. അത് പോസിറ്റീവായിട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളും വന്നിട്ടുണ്ട്. ഈ ഇമ്പാക്റ്റുകൾ സൗദിയിലടക്കം തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ പരമാവധി സൗദിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ അത് പോസിറ്റീവാക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നിലവിൽ അത്തരം പദ്ധതികളുമായിട്ടാണ് നിലവിൽ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി അറിയിച്ചു. ഈ 2020 മുതൽ 2026 ഈ ഒരു 7 വർഷത്തിനിടക്ക് സൗദിയിലെ യുവാക്കൾക്ക് 25 ലക്ഷത്തിലധികം യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ മാറ്റം നിലനിൽക്കുന്ന ഈ ഒരു വിപണിയിൽ ഈ മാറ്റത്തിനൊത്ത് മാറാനും ഈ മാറ്റം മനസ്സിലാക്കാനും അതോടൊപ്പം അതിനൊപ്പം മുന്നേറാനും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളും അതോടൊപ്പം തന്നെ കൂടുതൽ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ഒക്കെ ആയിരിക്കും നാളെ ഉണ്ടാവുക. 2 ദിവസമാണ് റിയാദിലെ റിറ്റ്സ് കാർട്ടനാണ് വേദി. 40 രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിൽ മന്ത്രിമാരാണ് ഇവിടെ ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുള്ളത്. ഈ 40 രാജ്യങ്ങളിലുള്ള തൊഴിൽ മന്ത്രിമാരും വിവിധ പദ്ധതികളും അതല്ലെങ്കിൽ നിരവധി കരാറുകളും ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കും. വിവിധ കരാറുകളിലും ഒപ്പുവെക്കും. നാളെയോടെ ആയിരിക്കും ഈ ഒരു റിയാദിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമ്മേളനം അവസാനിക്കുക. ലോക നാഗരികതകളുടെ സംഗമവേദിയൊരുക്കി സൗദി കിഴക്കൻ പ്രവിശ്യൊരുക്കിയ ഗ്ലോബൽ സിറ്റിയിലേക്കുള്ള സന്ദർശകരുടെ തിരക്കേറുന്നു. സ്വദേശികളും വിദേശികളുമായ 10,000ങ്ങളാണ് ദിനേനെ സിറ്റി സന്ദർശിക്കാൻ എത്തുന്നത്. ഇന്ത്യൻ രുചിവൈവിധ്യങ്ങളും ഗുണമേന്മയേറിയ വിവിധ ഉൽപ്പന്നങ്ങളും കലാരൂപങ്ങളുമായി ഇന്ത്യൻ പവലിയൻ സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രമായി മാറിയതായി ഗ്ലോബൽ സിറ്റി മാനേജ്മെന്റ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം പ്രവർത്തനമാരംഭിച്ച ദമാം ഗ്ലോബൽ സിറ്റിയിലേക്കുള്ള സന്ദർശകരുടെ ഒഴുക്ക് തുടരുന്നു. പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ച് 3 ആഴ്ച പിന്നിടുമ്പോൾ 4 ലക്ഷത്തിലേറെ പേരാണ് സിറ്റി സന്ദർശിച്ചത്. ലോകോത്തര വിനോദ കമ്പനിയായ വേഗ ഇന്റർനാഷണലാണ് മനോഹരമായ സിറ്റി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. Global City is one of the best entertainment place
in Saudi Arabia, and along with 17 countries, along with a lot of activities, restaurant and all the culture will be here. പ്രതിദിനം 20,000-ത്തിലധികം പേരാണ് സിറ്റി സന്ദർശിക്കാനെത്തുന്നത്. വാരാന്ത്യമാകുമ്പോൾ സന്ദർശകരുടെ എണ്ണം 40,000 വരെ ഉയരുന്നതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ അനുഭവപ്പെട്ടതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കി. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമാണ് പ്രവേശനം ലഭിക്കുന്നത്. വി ബുക്ക് പ്ലാറ്റ്ഫോം വഴിയാണ് ടിക്കറ്റുകൾ ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ കുറച്ച് മലയാളികളുണ്ട്. ആ മലയാളികളിൽ ഒരാൾ ആണ് ഞാനും. മലയാളികൾക്ക് ഏറ്റവും പൊതുവെ മലയാളികൾ ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സിറ്റി എന്ന പ്രദേശത്ത് അല്ലെങ്കിൽ എന്ന സ്ഥലത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉല്ലസിക്കുകയും ഷോപ്പിംഗ് ചെയ്യുകയും കുട്ടികളെ ഇവിടെ ഫൺ റൈഡിൽ കൊണ്ടുപോവുകയും എല്ലാ തരത്തിലുള്ള എൻജോയ്മെൻറ്റും കിട്ടുന്നൊരു വേദിയായിട്ടാണ് ഗ്ലോബൽ സിറ്റി ഉള്ളത്. ഇന്ത്യ ഉൾപ്പെടെ 17 രാജ്യങ്ങളുടെ പവലിയനുകളാണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പവലിയനുകൾ ഓരോ രാജ്യത്തിലെയും സാംസ്കാരികവും ചരിത്രപരവുമായ അടയാളപ്പെടുത്തൽ കൂടിയാണ്. വൈവിധ്യമാർന്ന കലാപരിപാടികൾ കൊണ്ട് സമ്പന്നമാണിവിടം. പഞ്ചാബി നൃത്തവുമായാണ് ഇന്ത്യൻ പവലിയൻ സന്ദർശകരുടെ മനം കവരുന്നത്. ഇപ്പോൾ സൗദികൾ ആദ്യമായിട്ടാണ് ഇവിടെ ദമാമിലൊരു ഇവൻ്റ് ഇതുപോലത്തെ നടത്തുന്നത്. ഏകദേശം ഈ വർഷത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഒരു 5 മാസത്തെ പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. തുടക്കം അതിഗംഭീരമായി തുടങ്ങി. നല്ലൊരു റെസ്പോൺസാണ് ജനങ്ങളുടെ നിന്ന് കിട്ടുന്നത്. നമ്മൾ പ്രതീക്ഷയിലും നല്ല സക്സസ്ഫായിട്ടിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. ഏറ്റവും മികച്ച പവലിയനുകളായി മാറാനുള്ള മത്സരത്തിൽ കൂടിയാണ് ഓരോ രാജ്യവും. ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ ഉപഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങളും ഉൽപ്പന്നങ്ങളും ഇവിടെ നേരിട്ട് അനുഭവിക്കാനാകും. ഗ്ലോബൽ സിറ്റി ശരിക്കും പറഞ്ഞൊരു നല്ലൊരു വൈബ് തന്നെയാണ്. ഞങ്ങളിവിടെ 14 ഇയേഴ്സായി സൗദിയിൽ വന്നിട്ട്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഒന്നും പറയാനില്ല. പണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ ദുബായിലും ബഹ്റൈനിലും ഒക്കെ പോകണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ ദമാമിൽ ഇത്ര അടുത്ത് വന്നപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് എൻജോയ് ചെയ്തു. ഇന്ത്യയുടെ പവലിയനൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ ഒരു വൈബാണ് തോന്നിയത്. 600 ദശലക്ഷം റിയാൽ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയാണ് ഇപ്പോൾ സന്ദർശകർക്കായി തുറന്നു നൽകിയത്. 6 മാസം വരെ നീണ്ടു നിൽക്കുന്നതായിരിക്കും ഈ സീസൺ. രണ്ടാം ഘട്ടത്തിൽ 15ഓളം രാജ്യങ്ങളുടെ പവലിയനുകൾ കൂടി സിറ്റിയുടെ ഭാഗമാകും. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉള്ളത്. ദുബായിലും ബഹ്റൈനിലും ഖത്തറിലും പറഞ്ഞ പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സൗദിയിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ആംബിയൻസ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അടിപൊളിയാണ്. അതെ, 20 റിയാൽ നമുക്ക് വെർത്താണ്. ഫാമിലിക്ക് എനിക്ക് തോന്നുന്നു 5 പേർക്ക് 100 റിയാലും അതും വെർത്ത് തന്നെയാണ്. അപ്പോൾ ഇനിയും കുറച്ച് പവലിയനുകൾ വരാനുണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ ഇത് ഇപ്പം തന്നെ നല്ലൊരു സൂപ്പർ ആംബിയൻസ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പവലിയനുകൾക്ക് പുറമെ 5000 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഓപ്പൺ തിയേറ്റർ, തടാകത്തിൽ ഒഴുകുന്ന റെസ്റ്റോറന്റ്, ഇലക്ട്രോണിക് വാട്ടർ ഗെയിമുകൾ എന്നിവയും പ്രവർത്തന സജ്ജമാണ്.
ഇന്ത്യൻ പവലിയനിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. സ്പെഷ്യലി കാശ്മീർ പശ്മീനാസ്, പഞ്ചാബി ജൂത്തീസ്, രാജസ്ഥാനി വെറൈറ്റി ഓഫ് എന്താ പറയുക കാർവിംഗ് ഐറ്റംസ്. ഒരു ദിവസമോ അല്ലെങ്കിൽ 4-5 ദിവസം പോയി കാണേണ്ടത് നിങ്ങൾ ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ ഇന്ത്യൻ ഭവനിൽ നിന്ന് വെച്ചിട്ട് എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്ത്. ഗ്ലോബൽ സിറ്റിയുടെ വരവോടെ ദമ്മാമിലെ വ്യാപാര മേഖലയിലും ഹോട്ടൽ അപ്പാർട്ട്മെന്റ് രംഗത്തും വലിയ ഉണർവ് പ്രകടമായിട്ടുണ്ട്. കിഴക്കൻ മേഖലയുടെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചാണ് ഗ്ലോബൽ സിറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നൗഷാദിരിക്കൂർ, മീഡിയ 1, ദമ്മാം. ദോഹ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച ICC സ്റ്റാർ സിംഗർ സീസൺ 1 പ്രൗഢഗംഭീരമായ സമാപനം. ഷോയിൽ ആര്യ പട്വർദ്ധൻ കിരീടം സ്വന്തമാക്കി. ഇന്ത്യൻ അംബാസിഡർ വിപുൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫൈനലിലെത്തിയ 5 മത്സരാർത്ഥികളിൽ നിന്നാണ് ആര്യ പട്വർദ്ധൻ ICC സ്റ്റാർ സിംഗർ സീസൺ 1 താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീരഞ്ജിനി ഫസ്റ്റ് റണ്ണറപ്പായി. ലാലന്തിക കുമാറിനാണ് 3ാം സ്ഥാനം. I feel overwhelmed. I don't know how to express this. I feel like it's all because of my teachers, my ma'am, Simna ma'am, Devdeep sir, all of them. It's only because of them I'm here. Thank you so much everyone. മികച്ച നിലവാരം പുലർത്തുന്ന പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യം ചീഫ് ജഡ്ജായി എത്തിയ ഗായകൻ മധു ബാലകൃഷ്ണൻ മറച്ചുവെച്ചില്ല. വളരെ അപൂർവമായിട്ടാണ് പുറത്ത് ഇങ്ങനെ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ ജഡ്ജ് ചെയ്യാൻ പോകാറുള്ളത്. ഇന്നത്തെ വളരെ രസകരമായിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു, മത്സരമായിരുന്നു. എല്ലാവരും വളരെ നന്നായിട്ട് പാടി. എല്ലാവരും നല്ല ഉഗ്രൻ മ്യൂസിക് ലവേഴ്സ് ആയിരുന്നു. നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ് ആയിരുന്നു എല്ലാവരും. എന്തായാലും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പരിപാടിയുടെ സംഘാടകർക്കും പങ്കെടുത്തവർക്കും പറയാനുണ്ടായിരുന്നു ഏറെ. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ 1 മണിയായിട്ട് ഇവിടുന്ന് ആളുകൾ പിരിഞ്ഞു പോകാതെ 7 മണി തൊട്ട് ഇവിടെ ഇരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. അത്രമാത്രം മികച്ച പ്രകടനമാണ് ഓരോരുത്തരും ചെയ്തത്. അടിപൊളിയായിരുന്നു. എന്താ പറയാ, വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. വല്ലാണ്ട് മിസ് ചെയ്യുമായിരുന്നു വന്നില്ലായിരുന്നെങ്കിൽ. ഞാൻ ഖത്തറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കാണുന്നത്. വളരെ സന്തോഷം. It was so fantastic and we felt like it's like Star India, Zee Telugu, that kind of event we felt. DPS മോഡേൺ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് പ്രവാസികളാണ് രാവേരച്ചെന്നും പരിപാടി ആസ്വദിക്കാനായി തടിച്ചുകൂടിയത്. അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1, ദോഹ. ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് ഖത്തർ പ്രവാസി സമൂഹം. ICC അശോക ഹാളിലായിരുന്നു പരിപാടി. ഇന്ത്യൻ അംബാസിഡർ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. രാവിലെ 7-ന് ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുപരിപാടിയിൽ അംബാസിഡർ ഇന്ത്യൻ പ്രസിഡന്റിന്റെ റിപ്പബ്ലിക് ദിന സന്ദേശം വായിച്ചു. मेरे प्यारे देशवासियों, नमस्कार. देश और विदेश में रहने वाले हम भारत के लोग उत्साह के साथ गणतंत्र दिवस का उत्सव मनाने जा रहे हैं. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടു വരുന്ന സമയത്താണ് ആഘോഷ പരിപാടികൾ അരങ്ങേറുന്നതെന്ന് അംബാസഡർ പറഞ്ഞു. The year 2025 was a landmark year in our bilateral relations. This was the year when we had the second state visit of the Amir of the State of Qatar, His Highness Sheikh Tamim bin Hamad Al Thani, to India. One of the major outcomes of this visit was the elevation of our relationship, our ties, to strategic partnership. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, അപെക്സ് ബോഡി പ്രസിഡന്റുമാരായ ഷാനവാസ് ബാവ, EP മുഹമ്മദ്, താഹ മുഹമ്മദ് എന്നിവർ ചേർന്ന് അംബാസഡറെ സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ആഘോഷ ദിനത്തിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അഭിനന്ദന സന്ദേശം അയച്ചു. അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1, ദോഹ.
77-ാം റിപ്പബ്ലിക് ദിനത്തിൽ പങ്കാളികളായി സൗദിയിലെ ഇന്ത്യൻ സമൂഹം. റിയാദ് എംബസിയിൽ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ പതാക ഉയർത്തി. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളുകളിലുമായി നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. ഇന്ത്യയ്ക്ക് സൗദി ഭരണാധികാരികളും ആശംസകൾ നേർന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സന്ദേശമയച്ചാണ് സൗദി ഭരണാധികാരികൾ റിപ്പബ്ലിക് ദിനാശംസ നേർന്നത്. സൗദിയിലെ ഇന്ത്യൻ സമൂഹം റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കി. റിയാദിലെ എംബസി അങ്കണത്തിൽ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ സന്ദേശം ആഘോഷത്തിൽ പ്രവാസികളെ കേൾപ്പിച്ചു. ഇന്ത്യയുടെ തനിമയും പരമ്പരാഗത രീതികളും വിളിച്ചോതുന്ന ആഘോഷ പരിപാടികൾ അരങ്ങേറി. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ആഘോഷങ്ങൾക്ക് കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി നേതൃത്വം നൽകി. വിവിധ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളുകളും ആഘോഷത്തിൽ പങ്കുചേർന്നു. പ്രവൃത്തി ദിനത്തിലും പ്രവാസികൾ ആഘോഷത്തിന്റെ ഭാഗമായി. റിയാദ് ബ്യൂറോക്കൊപ്പം സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. യുഎഇയിലെ പ്രവാസികൾ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. അബുദാബി ഇന്ത്യൻ എംബസിയിലും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും വിവിധ ഇന്ത്യൻ പ്രവാസി കൂട്ടായ്മ ആസ്ഥാനങ്ങളിലും വർണ്ണാഭമായ ആഘോഷങ്ങൾ നടന്നു. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അംബാസഡർ ദീപക് മിത്തൽ ദേശീയ പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം അദ്ദേഹം വായിച്ചു. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യയും യുഎഇയുമായുള്ള നയതന്ത്ര വ്യാപാര സൗഹൃദ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു. ദേശഭക്തിഗാനം, സമൂഹ നൃത്തം തുടങ്ങി വിവിധ കലാപരിപാടികൾ വേദിയിലെത്തി. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ കോൺസുൽ AK ജോൺ പതാക ഉയർത്തി. പ്രസിഡന്റ് നിസാർ തളങ്കര അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ്, ഷാജി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഷാർജ ഇന്ത്യൻ സ്കൂൾ ഹുബൈബയിൽ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര പതാക ഉയർത്തി. ഷാർജ ഇന്ത്യൻ സ്കൂൾ ജുവൈസയിൽ പ്രിൻസിപ്പൽ മുഹമ്മദ് അമീൻ പതാക ഉയർത്തി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മീഡിയ 1, ദുബായ്. കുവൈത്തിലെ ഇന്ത്യൻ എംബസിയിൽ 77-ാമത് റിപ്പബ്ലിക് ദിനം വൻ ജനപങ്കാളിത്തത്തോടെ ആഘോഷിച്ചു. രാവിലെ 8:30 അംബാസിഡർ പരിമിത ത്രിപാഠി രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ദേശീയ പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം വായിച്ചു. റിപ്പബ്ലിക് ദിനം ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും സന്ദേശമാണെന്നും പ്രവാസി ഇന്ത്യക്കാരുടെ ക്ഷേമവും സുരക്ഷയും എംബസിയുടെ മുൻഗണനയാണെന്നും അംബാസിഡർ പറഞ്ഞു. ചടങ്ങിൽ വിവിധ പ്രവാസി സംഘടനകളുടെയും സമൂഹ പ്രതിനിധികളുടെയും സാന്നിധ്യമുണ്ടായി. ദേശഭക്തി ഗാനാലാപനവും വിദ്യാർത്ഥികളും നൃത്ത വിദ്യാലയങ്ങളും അവതരിപ്പിച്ച കലാപരിപാടികളും ചടങ്ങിന് മിഴിവേകി. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ബഹ്റൈനിൽ ഇന്ത്യൻ എംബസിയുടെയും പ്രവാസി സംഘടനകളുടെയും നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു. പ്രവാസികൾ രാജ്യമെമ്പാടുമുള്ള ആഘോഷ പരിപാടികളിലും പങ്കെടുത്തു. ദേശീയോദ്ഗ്രഥനത്തിന്റെ സന്ദേശം പകർന്ന ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാചരണം വൈവിധ്യമാർന്ന പരിപാടികളോടെ ബഹ്റൈനിൽ വിപുലമായാണ് നടന്നത്. രാജ്യമെങ്ങും പ്രവാസികൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ സീഫിലെ എംബസി ആസ്ഥാനത്ത് രാവിലെ 7 മണിക്ക് പതാക ഉയർത്തൽ ചടങ്ങിന് നിരവധി പേർ എത്തിച്ചേർന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് ദേശീയ പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം അദ്ദേഹം വായിച്ചു. ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെയും വർദ്ധിക്കുന്ന സഹകരണത്തെയും കുറിച്ച് പറഞ്ഞ അംബാസഡർ എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു. नमस्कार। देश और विदेश में रहने वाले हम भारत के लोग उत्साह के साथ गणतंत्र दिवस का उत्सव मनाने जा रहे हैं। मैं आप सभी को गणतंत्र दिवस के राष्ट्रीय पर्व की हार्दिक बधाई देती हूँ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ത്രിവർണ്ണ നിറങ്ങളിലുള്ള വേഷങ്ങളും കൊടിതോരണങ്ങളുമായി ചടങ്ങിന് പൊലിമ പകർന്നു. രാജ്യത്തെ വിവിധ പ്രവാസി സംഘടനകളും അവരുടെ ആസ്ഥാനങ്ങളിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഇന്ത്യയുടെ 77-ാമത് റിപ്പബ്ലിക് ദിനം ഒമാനിലെ പ്രവാസി സമൂഹവും ആഘോഷിച്ചു. ഇന്ത്യൻ എംബസി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ചാർജ് ഡി അഫയേഴ്സ് ബെഹാൽ പാണ്ഡെ പതാക ഉയർത്തി. ചടങ്ങിൽ ഇന്ത്യയിൽ നിന്ന് മസ്കത്തിലേക്ക് സമുദ്രയാത്ര പൂർത്തിയാക്കിയ INSV കൗണ്ടിന്യയുടെ കമാൻഡർമാരായ ഹേമന്ത്, വികാസ് ഷിയോരൻ എന്നിവരും പങ്കെടുത്തു.
ഒമാനിലെ ഇന്ത്യൻ സമൂഹാംഗങ്ങളുടെ പങ്കാളിത്തത്തോടെയായിരുന്നു മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ നടന്ന ആഘോഷം. ചാർജ് ഡി അഫയേഴ്സ് തവിശി ബഹൽ പാണ്ഡെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ദേശീയ പതാക ഉയർത്തി. ഇന്ത്യൻ സ്കൂൾ മസ്കത്തിൽ വിദ്യാർത്ഥികൾ ദേശീയ ഗാനം ആലപിച്ചു. പോർബന്തറിൽ നിന്ന് മസ്കത്തിലേക്കുള്ള ചരിത്രപരമായ സമുദ്രയാത്ര പൂർത്തിയാക്കിയ INSV കൗണ്ടിനിയുടെ കമാൻഡർ ഹേമന്ത്, കമാൻഡർ വികാസ് ഷിയാരൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. It is a very important and remarkable day for us because the people of India gifted themselves the constitution, which is the most in-detailed document. It talks about values, rights and duties as a citizen and responsibilities of the government towards. So it's an important day to live up to that standards which our forefathers set for us, because that is the main source of propelling ourselves into a future of great aspirations which we all dream of. ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിലും വർണ്ണാഭമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ആശംസകൾ അറിയിച്ചു. മീഡിയ 1 മസ്കത്ത്. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിപുലമായ പരിപാടികളോടെ ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേശീയ പതാക ഉയർത്തി. വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും നിശ്ചല ദൃശ്യങ്ങളും അരങ്ങേറി. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. യൂണിറ്റി ക്യാമ്പസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആരതി വിനയ് പർവാൾ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മുതിർന്ന അധ്യാപകർ, പൗരപ്രമുഖർ എന്നിവർ സംബന്ധിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മാർച്ച് പാസ്റ്റും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ പീറ്റർ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം സദസ്സിന് മുമ്പാകെ വായിച്ചു. CBSE ഗൾഫ് സഹോദയ പ്രിൻസിപ്പൽ കോൺഫറൻസിൽ അക്കാദമിക് അച്ചീവ്മെന്റ് എക്സലൻസ് അവാർഡ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ തീമാക്കി വിവിധ നിശ്ചല ദൃശ്യങ്ങളും പ്രദർശനങ്ങളും വേദിയിലെത്തി. ഇന്ത്യയുടെ വൈവിധ്യങ്ങളുമായി വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുള്ള വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങിലെത്തി. വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഇർഫാൻ വഹീദ്, സ്കൂൾ അധ്യാപകർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. വാർത്തയിലേക്ക്. സൗദി അറേബ്യ പ്രീമിയം റെസിഡൻസി കൂടുതൽ വിപുലപ്പെടുത്താൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. അതിസമ്പന്നരെയും അഭ്യസ്തവിദ്യരെയും രാജ്യത്തേക്ക് കൂടുതൽ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത്. ഈ വർഷം ഏപ്രിലോടുകൂടി പുതുക്കിയ നിയമങ്ങൾ പ്രാബല്യത്തിലാകുമെന്ന് അന്താരാഷ്ട്ര സാമ്പത്തിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യ പ്രീമിയം ഇക്കാമക്കുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. അന്താരാഷ്ട്ര സാമ്പത്തിക മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിസമ്പന്നരെ രാജ്യത്തേക്ക് കൂടുതൽ ആകർഷിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പ്രീമിയം റെസിഡൻസി അഥവാ സൗദി ഗ്രീൻ കാർഡ് പദ്ധതി വിപുലീകരിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് പറയുന്നു. $3 കോടി വരെ ആസ്തിയുള്ള വ്യക്തികൾ, ആഡംബര യാച്ചുകളുടെ ഉടമകൾ, ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾ, ഉയർന്ന സംരംഭകർ എന്നിവരെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം. 1,00,000-ഓളം പേരാണ് കഴിഞ്ഞ വർഷം വരെ പ്രീമിയം റെസിഡൻസിക്ക് അപേക്ഷ നൽകിയിരുന്നത്. ഇവരിൽ 10,000-നടുത്ത് പേർക്കാണ് ഇതുവരെയായി പ്രീമിയം ഇക്കാമ അനുവദിച്ചത്. പരിഷ്കരിച്ച നിയമം ഈ വർഷം ഏപ്രിലോടുകൂടി പ്രാബല്യത്തിൽ വരുമെന്നും സൗദി പ്രീമിയം റെസിഡൻസി പ്ലാറ്റ്ഫോമിന് ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് പറയുന്നു. ലിമിറ്റഡ്, അൺലിമിറ്റഡ് ഡ്യൂറേഷൻ പ്രീമിയം റെസിഡൻസി വിഭാഗങ്ങളാണ് ഉള്ളത്. സ്പോൺസറുടെ ആവശ്യമില്ലാതെ സൗദിയിൽ താമസിക്കുവാനും ജോലി ചെയ്യുവാനും നിക്ഷേപിക്കുവാനും ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തമാക്കുവാനും അനുവാദം നൽകുന്നതാണ് പ്രീമിയം റെസിഡൻസി പെർമിറ്റ്. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമാം. ഖത്തറിൽ പെർമനന്റ് റെസിഡൻസി ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. നിശ്ചിത യോഗ്യതയുള്ളവർക്ക് ഈ അനുമതി ലഭിക്കാൻ നിലവിൽ ബുദ്ധിമുട്ടില്ലെന്ന് മേഖലയിലെ വിദഗ്ധർ പറയുന്നു. വിദേശികൾക്ക് സ്പോൺസർ ഇല്ലാതെ താമസിക്കാനും ജോലി ചെയ്യാനും അവസരം നൽകുന്നതാണ് പെർമനന്റ് റെസിഡൻസി. റെസിഡൻസി പെർമിറ്റിൽ തുടർച്ചയായി 20 വർഷം ഖത്തറിൽ താമസിച്ചവർ, ഖത്തറിൽ ജനിച്ച് 10 വർഷം രാജ്യത്ത് താമസിച്ചവർ എന്നിവർക്ക് നിശ്ചിത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കാം.
ഇവർ ഒരു വർഷത്തിൽ 20 ദിവസത്തിലേറെ വിദേശത്ത് താമസിക്കാൻ പാടില്ല. തന്റെയും കുടുംബത്തിന്റെയും ചെലവുകൾ വഹിക്കാൻ അപേക്ഷകന് ശേഷിയുണ്ടാകണം. അറബി ഭാഷയിൽ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ തദ്ദേശവാസികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും പരിരക്ഷയുമാണ് പെർമനന്റ് റെസിഡൻസി ഉള്ളവർക്ക് ലഭിക്കുകയെന്ന് ബിസിനസ് ഉപദേശക സ്ഥാപനമായ പെർഫെക്റ്റ് പ്ലാൻ കൺസൾട്ടൻസി ആൻഡ് സർവീസസ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അമീൻ പറയുന്നു. പെർമനന്റ് റെസിഡൻസ് വിസ ഹോൾഡേഴ്സ് അവർക്ക് നല്ല ആനുകൂല്യം കിട്ടുന്നുണ്ട്. അതായത് സ്വന്തമായിട്ട് നമുക്ക് ജോലി ചെയ്യാം, നമുക്ക് ബിസിനസ് നടത്താം, പിന്നെ അതേപോലെ നമുക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വാങ്ങിക്കാം, അതിനുള്ള അവകാശം കിട്ടും. പിന്നെ നമുക്ക് ദീർഘകാലമായിട്ട് ഖത്തറിൽ തന്നെ നമുക്ക് താമസിക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ഫാമിലിക്ക് അതേപോലെ ഫാദർ ആൻഡ് മദർ എല്ലാവരെയും നമുക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഖത്തരികൾക്ക് കിട്ടുന്ന അതേ സേവനം തന്നെ, പരിഗണന തന്നെ സർക്കാർ സ്കൂളുകളിലും അതേപോലെ മറ്റ് ആശുപത്രികളിലും അതേപോലെ ഹമദിലും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അതേ പരിഗണന നമുക്ക് ലഭിക്കുന്നതാണ്. ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ടുള്ള ചികിത്സാ സൗകര്യവും ലഭിക്കുന്നതാണ്. ഡോക്ടർമാർ, ശാസ്ത്രജ്ഞർ, നിക്ഷേപകർ തുടങ്ങി ഖത്തറിന് പ്രത്യേക സേവനം നൽകിയവർക്കും പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കാം. 3.65 ദശലക്ഷം ഖത്തർ റിയാൽ മൂല്യമുള്ള സ്വത്തുവകകൾ രാജ്യത്ത് വാങ്ങിയവർക്കും മുൻഗണന ലഭിക്കും. മീഡിയ 1 ദോഹ. അഹമ്മദി ഗവർണറേറ്റിലെ ഷദാദിയിൽ പ്രവാസി തൊഴിലാളികൾക്കായി പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ 3 സ്ഥലങ്ങൾ അനുവദിക്കാൻ കുവൈത്ത് മുനിസിപ്പൽ കൗൺസിൽ അംഗീകാരം നൽകി. അബ്ദുള്ള അൽ മറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മന്ത്രിസഭാ നിർദ്ദേശപ്രകാരം മുൻവിഹിത തീരുമാനം ഭേദഗതി ചെയ്യണമെന്ന ധനകാര്യ മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. സൈറ്റുകൾ പൊതുലേലത്തിൽ വിൽക്കാതെ നിയമപരമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വികസിപ്പിക്കാനാണ് തീരുമാനം. നിർമ്മാണം നഗര ലേബർ ക്യാമ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണമെന്ന് കൗൺസിൽ നിർദ്ദേശം നൽകി. ബഹ്റൈൻ വിനോദസഞ്ചാര മേഖല 2025 റെക്കോർഡ് നേട്ടം കൈവരിച്ചു. കഴിഞ്ഞ വർഷം മാത്രം 1.5 കോടി സന്ദർശകർ രാജ്യത്തെത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ബഹ്റൈന്റെ വിനോദസഞ്ചാര മേഖല കഴിഞ്ഞ വർഷം റെക്കോർഡ് നേട്ടം കൈവരിച്ചതായും വിനോദം, സംസ്കാരം, കായികം എന്നീ മേഖലകളിൽ ബഹ്റൈൻ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയതിന്റെ പ്രതിഫലനമാണ് ഈ നേട്ടമെന്നും ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയാണ് അറിയിച്ചത്. വൈവിധ്യമാർന്ന പരിപാടികളാണ് 2025 സന്ദർശകരെ ബഹ്റൈനിലേക്ക് ആകർഷിച്ചത്. ഫോർമുല 1 കാറോട്ട് മത്സരം, ഏഷ്യൻ യൂത്ത് ഗെയിംസ്, AVC മെൻസ് വോളിബോൾ നേഷൻസ് കപ്പ് തുടങ്ങിയ അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾ കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തേക്ക് നിരവധി സഞ്ചാരികൾ എത്തിച്ചേർന്നു. ലോക വിനോദസഞ്ചാര ദിനാചരണം, ഓട്ടം ഫെയർ തുടങ്ങിയ പരിപാടികളും ടൂറിസ്റ്റുകൾ രാജ്യത്തെത്താൻ കാരണമായി. ലോകപ്രശസ്തരായ ഗായകരുടെയും ബാൻഡുകളുടെയും സംഗീത പരിപാടികൾ ഈ മേഖലയിൽ മികച്ച ഫലമുണ്ടാക്കി. ടൂറിസം മേഖലയിലെ വളർച്ച ഹോട്ടലുകൾ, റീറ്റെയിൽ വ്യാപാരം, ഡൈനിങ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകൾക്കും ഉണർവ് നൽകി. അത്യാധുനികമായ വിമാനത്താവളം, മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങൾ, മികച്ച ഹോട്ടൽ ശൃംഖലകൾ എന്നിവ സന്ദർശകർക്ക് മികച്ച അനുഭവം ഉറപ്പാക്കിയെന്നും ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി വ്യക്തമാക്കി. സന്ദർശകരുടെ താമസദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനും ബഹ്റൈനെ പ്രധാന ടൂറിസം ഹബ്ബായി നിലനിർത്തുന്നതിനും സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം തുടരുമെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ വിദേശ നിക്ഷേപവും വലിയ മേളകളും ബഹ്റൈൻ ലക്ഷ്യമിടുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. കഴിഞ്ഞ വർഷം ഒമാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തടഞ്ഞത് 1000-ലധികം കള്ളക്കടത്ത് ശ്രമങ്ങൾ. 2024 അപേക്ഷിച്ച് 10% വർധനയാണിത്. 12.9 ലക്ഷം കസ്റ്റംസ് ഡിക്ലറേഷനുകളും കൈകാര്യം ചെയ്തു. ഹൈടെക് ഇന്റഗ്രേറ്റഡ് റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് അതോറിറ്റി മാറിയെന്ന് കസ്റ്റംസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ സയ്യിദ് ബിൻ ഖാമിസ് അൽ ഗൈദി പറഞ്ഞു. കുവൈത്ത് ജലപരിധിയിൽ കടൽക്കൊള്ള നടത്തിയതായി ആരോപിക്കപ്പെടുന്ന 3 ഇറാനിയൻ പൗരന്മാരെ കോസ്റ്റ് ഗാർഡ് പിടികൂടി. കുവൈത്ത് സമുദ്ര അതിർത്തിയിലേക്ക് അടുക്കുന്ന അജ്ഞാത കപ്പൽ നിരീക്ഷണ സംവിധാനത്തിൽ കണ്ടെത്തിയതോടെയാണ് നടപടി. സ്പീഡ് ബോട്ട് തടഞ്ഞപ്പോൾ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അധികൃതർ കപ്പൽ പിന്തുടർന്ന് പിടിച്ചെടുത്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ കുവൈത്ത് മത്സ്യബന്ധന ബോട്ടിനും മറ്റ് കപ്പലുകൾക്കും നേരെയുള്ള ആക്രമണവുമായി ബന്ധം കണ്ടെത്തി. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. രാജ്യത്തെ ഏറ്റവും വലിയ മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ ചൈന സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് കോർപ്പറേഷനുമായി 999.85 മില്യൺ ദിനാർ കരാറിന് കുവൈത്ത് അംഗീകാരം നൽകി. നോർത്ത് കബ്ദൽ പ്ലാന്റ് നിർമ്മാണം, പ്രവർത്തനം, പരിപാലനം എന്നിവ ഉൾപ്പെടുന്ന 10 വർഷത്തെ നേരിട്ടുള്ള കരാർ സെൻട്രൽ ഏജൻസി ഫോർ പബ്ലിക് ടെൻഡേഴ്സ് സ്ഥിരീകരിച്ചു. നൂതന മലിനജല സംസ്കരണ സാങ്കേതിക വിദ്യകളും പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. യുഎഇയിലെ ഫുജൈറ മസാഫിയിൽ ഹെവി ട്രക്കിനകത്ത്
തണുപ്പകറ്റാൻ ഹീറ്ററിട്ട് കിടന്നുറങ്ങിയ മലയാളി യുവാവ് ശ്വാസം മുട്ടി മരിച്ചു. വടകര വള്ളിക്കാട് സ്വദേശി അൻസാറാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ജോലി ചെയ്യുന്ന ട്രക്കിനകത്ത് കണ്ടെത്തിയത്. തണുപ്പകറ്റാൻ പ്രവർത്തിപ്പിച്ച ഹീറ്ററിൽ നിന്ന് പുക ശ്വസിച്ചാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫുജൈറ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുന്നു. മസാഫി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. UAEയിൽ ഏറ്റവും കൂടുതൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇന്ത്യൻ മസാല ബ്രാൻഡായി തെരഞ്ഞെടുക്കപ്പെട്ട ഈസ്റ്റേൺ ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയായ ഗൾഫ് ഫുഡിൽ ഇത്തവണയും ഈസ്റ്റേൺ സജീവ സാന്നിധ്യമാണ്. 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന 7 ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളാണ് മേളയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ന്യൂമറേറ്റഡ് ഹൗസ് ഹോൾഡ് പാനൽ നടത്തിയ പഠനമനുസരിച്ചാണ് UAEയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ മസാല ബ്രാൻഡായി ഈസ്റ്റേൺ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓർക്ല ഇന്ത്യയുടെ GCCയിലെ മുൻനിര ബ്രാൻഡായ ഈസ്റ്റേൺ കഴിഞ്ഞ 3 വർഷത്തിനിടെ 14% വാർഷിക വളർച്ചയാണ് മേഖലയിൽ രേഖപ്പെടുത്തിയത്. GCCയിലുടനീളം 16,000-ലധികം ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടുന്ന ശക്തമായ വിതരണ ശൃംഖലയാണ് ഈസ്റ്റേണിലുള്ളത്. മലയാളി വിഭവങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 5 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ ഈസ്റ്റേൺ ഗൾഫ് ഫുഡിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. What if I told you I could give you puttu in 5 minutes? That's really what we... Not only puttu, we have 6 to 7 products. We have palappam, idiyappam, we have idli, dosha, ghee upmao, chemba puttu, regular puttu. So that's like 7 products, right? And often both husband and wife are working. So there is often no time in the house, right, to prepare. So convenience is really important for the Malayali households now. So right now, in fact, what we are looking at doing is giving them a perfect Kerala breakfast in 5 minutes. ഇന്ത്യൻ വിഭവങ്ങൾക്ക് പുറമെ അറബിക് പാചക രീതികൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ അറബിക് സ്പൈസസ് ശ്രേണിയും ഇത്തവണ മേളയിൽ ശ്രദ്ധാകേന്ദ്രമാണ്. മീഡിയ 1 ദുബായ്. സൗദിയിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലുലു ഇന്ത്യ ഫെസ്റ്റിന് തുടക്കമായി. ഇന്ത്യ സൗദി സാംസ്കാരിക ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായാണ് മേള ഒരുക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിവിധ മത്സരങ്ങളും മേളയുടെ ഭാഗമാകും. 77ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ലുലു ഇന്ത്യ ഫെസ്റ്റ് ഒരുക്കുന്നത്. റിയാദ്, ദമാം, ജിദ്ദ എന്നിവിടങ്ങളിലായി ഇന്ത്യ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. റിയാദിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ മേളയ്ക്ക് തിരികൊളുത്തി. It gives me great pleasure to be here today at India Utsav, being celebrated at the Lulu hypermarket on the occasion of the 77th Republic Day of India. I congratulate Lulu Group for hosting this vibrant festival every year. They showcase the richness, diversity and quality of Indian products. മേളയുടെ ഭാഗമായി റിയാദ്, ദമാം, ജിദ്ദ എന്നിവിടങ്ങളിലായി വിവിധ മത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ചിത്രരചനാ മത്സരങ്ങൾ, ഫാൻസി ഡ്രസ് തുടങ്ങിയ മത്സരങ്ങൾ ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമായി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രദർശനവും ഫെസ്റ്റിലൊരുക്കി. സുഗന്ധവ്യഞ്ജനങ്ങൾ, ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ, ഫ്രഷ് പഴങ്ങൾ, പച്ചക്കറി എന്നിവയുടെ ശേഖരം ഒരുക്കിയിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭക്ഷണ വൈവിധ്യങ്ങൾ മേളയ്ക്ക് രുചി പകർന്നു. വിവിധ കാറ്റഗറികളിൽ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഓഫറുകൾ ലഭ്യമാകും. മീഡിയ 1 റിയാദ്. ഡോക്ടർ ആസാദ് മൂപ്പൻ നേതൃത്വം നൽകുന്ന ആസ്റ്റർ DM ഹെൽത്ത് കെയർ ലിമിറ്റഡും ക്വാളിറ്റി കെയർ ഇന്ത്യയും ലയനത്തിനൊരുങ്ങുന്നു. ഇതിനായി ഓഹരി ഉടമകളുടെയും മറ്റും യോഗം വിളിച്ചു ചേർക്കാൻ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഉത്തരവായി. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ലയന നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. തുടർന്ന് ആസ്റ്റർ DM ക്വാളിറ്റി കെയർ എന്ന പേരിലായിരിക്കും ഗ്രൂപ്പിന് കീഴിലെ സ്ഥാപനങ്ങൾ അറിയപ്പെടുക. മീഡിയ 1 സീനിയർ ന്യൂസ് എഡിറ്റർ SA അജിംസിന് ജിദ്ദയിൽ ഇന്ത്യൻ മീഡിയ ഫോറം സ്വീകരണം നൽകി. മാധ്യമരംഗത്ത് ഇന്ത്യയിലും പ്രവാസ ലോകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ചടങ്ങിൽ ചർച്ച ചെയ്തു. മാധ്യമപ്രവർത്തനമെന്ന ജോലി ഏറെ ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അജിംസ് പറഞ്ഞു. മീഡിയ ഫോറം പ്രസിഡന്റ് ജലീൽ കണ്ണമംഗലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഗഫൂർ കൊണ്ടോട്ടി, ട്രഷറർ സുൽഫിക്കർ ഒദായി എന്നിവർ സംസാരിച്ചു.